നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊല ആസൂത്രിതമെന്ന നിഗമനത്തിൽ പോലീസ്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായുള്ള അടുപ്പവും കൊലയ്ക്ക് പ്രേരിപ്പിച്ചെന്ന് അറസ്റ്റിലായ 16-കാരന്റെ മൊഴി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. തണ്ടപ്പേര് ലഭിക്കാത്തത് കാരണം ഭൂമി വിൽക്കാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അഗളി ചിറ്റൂർ വണ്ടർകുന്നിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും ലഭിച്ചിരുന്നു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണിയമ്പുറം ശ്രീറാം നഗറിൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലത്തെ പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരോഗ്യ മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായി നാട്ടുകാർ. പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തീരുമാനം. കുന്തിപ്പുഴ ഗതിമാറി ഒഴുകി മണ്ണാർക്കാട് തരിശി നിവാസികൾ നേരിടുന്ന ദുരിതത്തിന് പരിഹാരമാകുന്നു. പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം തിങ്കളാഴ്ച തുടങ്ങും. റവന്യൂ വകുപ്പിന്റെ 50 ലക്ഷം ഉപയോഗിച്ചാണ് പ്രവൃത്തി. കരിമ്പ് 3 ഏക്കറിൽ കാട്ടാനകളുടെ വിളയാട്ടം. വൈദ്യുതി വേലി മറികടന്ന് കൃഷി നശിപ്പിച്ചു. വനാതിർത്തികളിലെ ആനത്താരകളിൽ റെയിൽ ഫെൻസിംഗ് പരീക്ഷിക്കണമെന്ന് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും. വാർത്തകളിലേക്ക് വിശദമായി. നാടിന്റെ നൊമ്പരമായി 14-കാരി. ആൺസുഹൃത്തിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-നാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. 16-കാരനായ ആൺസുഹൃത്തിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്ത പെൺകുട്ടി നാടിന്റെ നൊമ്പരമായി. കേരളത്തെ നടുക്കിയതും കരുവാരക്കുണ്ടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്ത സംഭവമായി കൊലപാതകം മാറി. വ്യാഴാഴ്ച കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം വെള്ളിയാഴ്ച പകൽ 11-ന് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ലഭിച്ചത്. പെൺകുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന +2 വിദ്യാർത്ഥിയാണ് പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയത്. പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയത്. പെൺകുട്ടി പ്രണയത്തെ എതിർത്തതും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത്. സഹപാഠികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. 4 മണിയോടെ അയ്യപ്പൻകാവ് പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. അതേസമയം പ്രതിയായ 16-കാരനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിനാണ് കേസിന്റെ തുടരന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. തണ്ടപ്പേര് ലഭിക്കാത്തത് കാരണം ഭൂമി വിൽക്കാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അഗളി ചിറ്റൂർ പുലിയറ സ്വദേശി വണ്ടർകുന്നിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും ലഭിച്ചിരുന്നു. പേരിന് അപേക്ഷ കൊടുത്തായിരുന്നു. അത് കിട്ടാൻ താമസമുണ്ട്. അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ചേട്ടന്. പിന്നെ കാലിന് സുഖമില്ലാതായി കുറേ മരുന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. പിന്നെ കാലിന് മാറില്ല ഉള്ളൊരു ചിന്തയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. തണ്ടപ്പേരിന് എന്തൊക്കെയാ ചെയ്യും? കാല് വയ്യാതെ അകലേക്ക് പോയി കൊടുത്തതാണ്. കാല് വയ്യാതെ യാത്ര ചെയ്യാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് പോയി കൊടുത്തിട്ട് അതിൻ്റെ ഒരു നടപടി ആയില്ല. അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് ഇവിടെ കടം വീട്ടാനും ഞങ്ങൾക്ക് ഇവിടെ മേടിക്കാനും ഒക്കെ പറ്റുള്ളൂ. കർഷകനായിരുന്ന ഗോപാലകൃഷ്ണൻ ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. മണ്ണാർക്കാട് പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് 2 വായ്പകളിലായി 8 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. ചികിത്സാ ചെലവ് ഉൾപ്പെടെ വേറെയും ബാധ്യതകളുള്ളതിനാൽ സ്ഥലം വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ തണ്ടപ്പേര് ലഭിക്കാത്തത് കാരണം വിൽപ്പന മുടങ്ങി. മണ്ണാർക്കാട് മൂപ്പിൽ സ്ഥാനത്തിന് കീഴിൽ വെറുംപാട്ടാവകാശമായി കൈവശം വെച്ചിരുന്ന കൃഷ്ണൻകുട്ടിക്ക് അഗളി ലാൻഡ് ട്രൈബ്യൂണൽ പതിച്ചു നൽകിയ സ്ഥലമാണ് ഗോപാലകൃഷ്ണൻ വാങ്ങിയത്. എന്നാൽ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കുന്നതും തണ്ടപ്പേര് പിടിക്കുന്നതും കലക്ടറുടെ ഉത്തരവിലൂടെ നിർത്തിവെച്ചിരുന്നു. ഇതോടെ നികുതി അടയ്ക്കുന്നതും ഭൂമി വിൽക്കുന്നതും മുടങ്ങി. ഇതിൽ മനംനൊന്ത് തെങ്കരയിലെ വാടക വീട്ടിൽ വെച്ച് വിഷം കഴിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ഗോപാലകൃഷ്ണനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു.
അഗളി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഗോപാലകൃഷ്ണൻ. വായ്പാ കുടിശ്ശികക്കാർക്ക് നൽകാറുള്ള സാധാരണ നോട്ടീസ് മാത്രമാണ് ബാങ്ക് നൽകിയിട്ടുള്ളതെന്നും മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മണ്ണാർക്കാട് പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക് അധികൃതർ അറിയിച്ചു. തന്റെ പേരിന് അപേക്ഷ നൽകാനായി നവംബറിൽ ബാങ്കിൽ നിന്ന് ആധാരത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയിരുന്നതായും ബാങ്ക് അധികൃതർ അറിയിച്ചു. ബാലകൃഷ്ണനാണ്. സ്ഥലത്തിൻ്റെ ഒരു രേഖാപ്രശ്നം ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അത് വിൽക്കാൻ നടന്നില്ല. അതിൻ്റെ അടിയാധാരം കിട്ടാത്തതുകൊണ്ട്, തണ്ടപ്പേര് കിട്ടാത്തതുകൊണ്ട് ആ മനോക്ഷമത്തിലാണ് ആൾ മരിച്ചത്. തണ്ടപ്പേര് കിട്ടാൻ വേണ്ടി കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടിയൊന്നും കിട്ടിയില്ല. കുറേ നടന്നു. സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് ആൾ ആത്മഹത്യ ചെയ്തിട്ടാണ്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം ശ്രീറാം നഗറിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് വൻ മോഷണം. ശ്രീറാം നഗർ ശ്രീനന്ദനത്തിൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഡയമണ്ട് കല്ല് പതിപ്പിച്ച സ്വർണ്ണമോതിരം, ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണമാല എന്നിവയാണ് നഷ്ടപ്പെട്ടത്. നന്ദകുമാറും കുടുംബവും വിദേശത്തായതിനാൽ ജനുവരി 1 മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. നന്ദകുമാറിന്റെ ഭാര്യയുടെ മാതാപിതാക്കളാണ് ഇടയ്ക്കിടെ വന്ന് വീട് നോക്കാറുള്ളത്. ശനിയാഴ്ച ഇലക്ട്രിസിറ്റി ബിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഭാര്യാപിതാവ് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. അകത്തെ മുറിയിലെ അലമാര കുത്തിത്തുറന്നാണ് ആഭരണങ്ങൾ കവർന്നത്. ചേച്ചിയാണ് ഈ വീടിൻ്റെ ഓണർ. അവരിപ്പോൾ സൗദി അറേബ്യയിലാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ, അതായത് 2 ആഴ്ച മുന്നേ ഇവിടെ ആൾതാമസമായിരുന്നു. ഇന്ന് KSEBയുടെ ബില്ല് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെല്ലച്ചനോട് വന്നത്. ആ സമയത്ത് ഗേറ്റ് തുറന്ന് ഡോറ് തുറക്കാൻ നോക്കിയ സമയത്താണ് ഡോറ് ഓപ്പൺ ചെയ്ത് കിടക്കേണ്ടതുണ്ട്. പിന്നീട് വീടിനകത്ത് കയറിയപ്പോൾ എല്ലാ കബോർഡുകൾക്ക് സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട്. കബോർഡിലുള്ള ഒരു റിങ്ങും അതേമാതിരി ചെയിനും നഷ്ടപ്പെട്ടായി അറിയാൻ കഴിഞ്ഞു. വീട് മൊത്തം പരിശോധിച്ചതിൻ്റെ എല്ലാ റൂമുകളിലും അലങ്കോലമായിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഡോറും തകർന്നിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ചാലിശ്ശേരി സ്വദേശിയിൽ നിന്നും 27 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ പോലീസ് പിടിയിലായ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PP മൻസൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM യത്തീംഖാന ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. യത്തീംഖാനയിൽ നടന്ന പ്രതിഷേധം CPM എടത്തനാട്ടുകര ലോക്കൽ സെക്രട്ടറി പ്രജീഷ് പൂളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് അംഗമായ മൻസൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM യത്തീംഖാന ബ്രാഞ്ച് കമ്മിറ്റി യത്തീംഖാന സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം CPM എടത്തനാട്ടുകര ലോക്കൽ സെക്രട്ടറി പ്രജീഷ് പൂളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. 1.5 മാസം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ ഒരു സുപ്രഭാതത്തിൽ ജയിലിലേക്ക് പോകാന്ന് പറയുമ്പോൾ വലിയൊരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വാർഡിലെ ഓരോ വ്യക്തിയുടെയും ഓരോ ആളുകളുടെയും ഇത്തരം ജീവനും സംരക്ഷണം നൽകേണ്ട ഒരു മെമ്പർ ഇത്തരം ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വാർഡിൻ്റെ വികസനത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം വലിയൊരു ദുഷ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. DYFI എടത്തനാട്ടുകര മേഖലാ ട്രഷറർ TK രാജേഷ് അധ്യക്ഷനായി. CPM യത്തീംഖാന ബ്രാഞ്ച് സെക്രട്ടറി മണത്തിൽ കരീം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M കൃഷ്ണകുമാർ, CT മുരളീധരൻ, V ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. കുമരംപുത്തൂർ വെള്ളപ്പാടം തരിശിൽ കുന്തിപ്പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം തിങ്കളാഴ്ച തുടങ്ങും. റവന്യൂ വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവിലാണ് ഭിത്തി നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് കുന്തിപ്പുഴ ഗതിമാറി ഒഴുകുന്നത് കാരണം തരിശ് നിവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമായാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതോടെ തരിശ് നിവാസികളുടെ ആശങ്കയും തുടങ്ങും. കുന്തിപ്പുഴ ഗതിമാറി ഏതു സമയവും വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തും. രാപ്പകൽ ഭേദമില്ലാതെ കുടുംബാംഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും കൂട്ടി തരിശിൽ നിന്ന് മാറുകയാണ് പതിവ്. ഓരോ വർഷവും മഴക്കാലം കഴിയുമ്പോഴേക്കും കൃഷിയിടങ്ങൾ പുഴയെടുക്കുന്ന സ്ഥിതിയാണ്. പുഴയുടെ മറുകരയായ തെങ്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെ പുഴയുടെ കുത്തൊഴുക്ക് തരിശിലേക്കായി.
ഇതിനൊരു പരിഹാരം വേണമെന്ന് പതിറ്റാണ്ടുകളായി പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നതാണ്. റവന്യൂ, ജലസേചന വകുപ്പുകളെയെല്ലാം നിരന്തരം സമീപിച്ചിരുന്നു. മുൻ പഞ്ചായത്ത് അംഗം ഡി വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും നിരന്തര ശ്രമഫലമായാണ് റവന്യൂ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതോടൊപ്പം പുഴയിലെ കല്ലുകൾ നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തികളുമാണ് നടക്കുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഭീതിയില്ലാതെ വീടുകളിൽ ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് പഞ്ചായത്ത് അംഗം KP ഇല്യാസ് പറഞ്ഞു. കരിമ്പ 3 ഏക്കറിൽ വൈദ്യുത വേലിയും മറികടന്ന് കാട്ടാന കൃഷി നശിപ്പിച്ചു. തുടിക്കോട് കൈതവളപ്പിൽ ഗോപിനാഥന്റെ 15ഓളം തൈത്തെങ്ങുകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. തുടിക്കോട് രാകേഷ്, ശാസ്ത ഗോപിനാഥൻ എന്നിവരുടെ 200ഓളം കവുങ്ങുകളും നശിപ്പിച്ചു. മീൻവല്ലം, മണലിൽ, തുടിക്കോട് പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം വിഹരിക്കുന്നത്. വൈദ്യുത വേലി തകർത്ത ശേഷമാണ് കാട്ടാനകൾ പറമ്പിനുള്ളിൽ കടക്കുന്നത്. വനാതിർത്തികളിലെ ആനത്താരകളിൽ റെയിൽ ഫെൻസിംഗ് പരീക്ഷിക്കണമെന്നും പഞ്ചായത്ത് അംഗം സുമലത, പ്രദേശവാസികൾ, കർഷകർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് വലമ്പിലിമംഗലത്തെ പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പ്ലാസ്റ്റിക് പൊടിക്കുന്നതിന്റെയും രാത്രിയിലെ വലിയ വണ്ടികളുടെ പോക്കും വരവും, ശബ്ദമലിനീകരണവും, മഴക്കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ വെള്ളം നിറഞ്ഞുള്ള ദുർഗന്ധവും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്നതായാണ് പരാതി. പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ ഒരാഴ്ചയ്ക്കകം സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിച്ചെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് കമ്പനി വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ പരാതി അവിടെ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്താണ്. അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയക്കാരെ മൊത്തം ഞങ്ങൾ കണ്ടാണ്. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെതിരെ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കമ്പനി ഇവിടെ കൊണ്ടുവരണത് ഞങ്ങൾക്ക് തടസ്സമുണ്ട്. കമ്പനിയുടെ ഉടമസ്ഥന്മാരുടെ അടുത്ത് തന്നെ പറഞ്ഞു. അവർ ഞങ്ങളൊരു വെല്ലുവിളി ഒരവസ്ഥയിലെടുത്ത് ഞങ്ങൾ ഇതിവിടെ വരും, പ്രവർത്തിപ്പിക്കും, ഞങ്ങൾ ഇത് ഏതറ്റം വരെ പോവും, ആ രീതിയിൽ അവർ സംസാരിക്കുകയും പഞ്ചായത്ത് നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമല്ലാതെ സപ്പോർട്ടിങ് തീരെയില്ല. പ്ലാസ്റ്റിക് ഇങ്ങനെ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ പൊടിച്ച് അപ്പം തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പം അങ്ങനെയല്ല, സാധനങ്ങൾ ദിവസം 2-3 ലോഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് പൊടിക്കുമ്പോഴാണ് ചില ഭയങ്കര സ്മെല്ല്. ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഭയങ്കര സ്മെല്ലാണ് ചെല്ലുമ്പോൾ. പിന്നെ കൊതുക് ശല്യം, എല്ലാത്തിലും വെള്ളം കെട്ടി നിൽക്കും മഴക്കാലമായി കഴിഞ്ഞാൽ. അത് ഞങ്ങൾ പലതവണ മെമ്പറടക്കം പറഞ്ഞതാണ്. അപ്പം മെമ്പർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു സ്ഥാപനമാകുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചതാണ്. പിന്നെ പറഞ്ഞത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് മുഖേന പരാതി അറിയിച്ചപ്പോഴും സ്ഥാപനം ഒരിക്കലും ജനങ്ങൾക്ക് ദോഷമായി വരില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചയക്കുകയാണ് ചെയ്തതെന്നും മഴക്കാലത്ത് കെട്ടിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊതുകുവളർത്തൽ കേന്ദ്രമായി മാറിയിരുന്നതായും ദുർഗന്ധം വമിക്കുന്നത് കാരണം പരിസരങ്ങളിൽ പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന് പരാതി നൽകാനും തീരുമാനിച്ചതായി നാട്ടുകാർ പറഞ്ഞു. രാത്രി ടൈം 12 മണി, 1 മണി, 2 മണി ടൈമിലൊക്കെയാണ് മെഷീൻ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഒരു നേരം കടന്നു ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രദേശത്തെ ഈ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ജനലായി നമ്മളിപ്പോൾ ഒരു പാട്ട് വെച്ച എന്താ സ്ഥിതി, ഒരു ചെറിയൊരു ഹോം തിയേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഹോം തിയേറ്റർ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ജനച്ചില് ജർക്ക് ചെയ്യും. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടിൽ കൂടി 4 പുറം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ സ്മെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പൊടിക്കണ ടൈമിൽ സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങി. ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിറയെ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കമ്പനി. പഞ്ചായത്തിൽ ഇപ്പോൾ 2ാമത് ഞങ്ങൾ പരാതി കൊടുത്തു, അതിന് യാതൊരു ഇതില്ലാതെ. 2ാമത്തെ കാര്യം വെച്ചാൽ പരാതി കൊടുത്തത് തന്നെ അവർ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ പരാതി ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവർ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഞങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളോട് ഇതിനെ കുറിച്ചിട്ടൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നതാണെന്നും പരാതിയിന്മേൽ നടപടിയൊന്നും എടുത്തിരുന്നില്ലെന്നും വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു. ഇപ്പോൾ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 1.5 വർഷമായി ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടെന്ന് അറിഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു. പ്ലാസ്റ്റിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് പഴയ 2ാം വാർഡിൽ ഉണ്ടായിരുന്നതാണ് പ്ലാസ്റ്റിക് കമ്പനി. ഇപ്പം അത്
16-ാം വാർഡിലേക്കായി മാറിയിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 2 വർഷം മുമ്പേ ഈ പ്ലാസ്റ്റിക് കമ്പനി തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഒരു പാർട്ടി നേതൃത്വം എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരിൽ നിന്ന് പരാതി സ്വീകരിച്ചു. ആ പരാതി പഞ്ചായത്തിൽ അന്ന് കൊടുത്തതാണ്. അന്ന് ലൈസൻസ് ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. ആ പരാതി സ്വീകരിക്കാതെ, ആ പരാതിയിൽ യാതൊരു നടപടിയെടുക്കാതെ ഈ അന്നത്തെ ഭരണസമിതി അതുമായിട്ട് ലൈസൻസ് കൊടുത്ത് മുന്നോട്ട് പോയി. അതിനുശേഷം ആ പ്ലാസ്റ്റിക് കമ്പനി നടത്തിയിരുന്ന ആൾ മറ്റൊരാൾക്ക് കൈമാറിപ്പോയി. ആ കൈമാറിയ ആൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ പോയി അന്വേഷിക്കുമ്പോഴാണ് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ആളുകളുടെ പരാതി കിട്ടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പോയി അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തിയപ്പോഴാണ് അതിന് 1.5 വർഷമായിട്ട് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞത്. ഒരു പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കമ്പനി ആളുകൾക്ക് വലിയ രീതിയിൽ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ ഒരു ജനപ്രതിനിധി ഉള്ള രീതിയിൽ എനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 40ഓളം ആളുകളുടെ പരാതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അവർ DMOനും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോളിനും ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് അവിടുത്തെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള സംഘം സ്ഥലം പരിശോധിക്കുകയും തെറ്റായ പ്രവണതകൾ അവിടെ നടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ മുൻകരുതലുകളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഉടമയ്ക്ക് നോട്ടീസ് അയക്കുകയും 50,000 രൂപ പിഴ അടയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. സ്ഥാപന ഉടമ 15 ദിവസത്തിനകം ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം പഞ്ചായത്തിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ടില്ലെങ്കിൽ സ്ഥാപനത്തിനും ഉടമയ്ക്കുമെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. വലിമ്പലിമംഗലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്നൊരു യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ടെന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാവുന്ന വിഷയമാണ്. പക്ഷേ തുടക്കത്തിൽ ആ യൂണിറ്റിന് ലൈസൻസും മറ്റും കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ പോലും തുടർ സന്ദർഭങ്ങളിൽ ലൈസൻസ് കൊടുക്കുകയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോവുകയോ അതിൻ്റെ ചുമതലക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന നടത്തിപ്പുകാർ കാണിച്ചിട്ടില്ല എന്നതാണ് പഞ്ചായത്തിന് മനസ്സിലാക്കാനായിട്ടുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവരുടെ യൂണിറ്റ് പരിസരത്ത് അലക്ഷ്യമായി ഉതറിക്കിടക്കുകയും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റു പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ ശബ്ദമലിനീകരണവും വായുമലിനീകരണവും മഴക്കാലങ്ങളിൽ ജലമലിനീകരണവും എല്ലാം ഈ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി വലിമ്പലിമംഗലം പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അവിടെ തദ്ദേശീയരായ ഈ പ്ലാസ്റ്റിക് യൂണിറ്റിൻ്റെ പ്രവർത്തനം വഴി പ്രയാസം ഏറ്റുവാങ്ങുന്ന മനുഷ്യർ അവരെല്ലാവരും പഞ്ചായത്തിന് മുന്നിൽ പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്ലാസ്റ്റിക് യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലം ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള അതിന് ജീവനക്കാർ ചുമതലപ്പെടുത്തിയ പഞ്ചായത്ത് ഭരണസമിതി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് പരിശോധിക്കുകയും ഒട്ടേറെ തെറ്റായ പ്രവണതകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ആ പ്ലാസ്റ്റിക് ഷെഡറിംഗ് യൂണിറ്റ് എന്ന ആ സ്ഥാപനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുറവ് എന്നത് പഞ്ചായത്ത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു യൂണിറ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ ആവശ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും അതോടൊപ്പം തന്നെ ലൈസൻസ് ലഭ്യമാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല, അവിടെ പ്രാവർത്തികമല്ല എന്നതും ഗ്രാമപഞ്ചായത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ സ്ഥലം സന്ദർശിച്ച് വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള കമ്പനിയുടെ ഉടമയ്ക്ക് നോട്ടീസ് അയച്ചു എന്ന് മാത്രമല്ല 50,000 രൂപ പിഴ അടയ്ക്കണമെന്നതും ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പുതുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. 15 ദിവസമാണ് ഇതിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. 15 ദിവസത്തിനകം ആ കമ്പനി ഉടമ കൃത്യമായ രീതിയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ തുടർ നടപടികളിലേക്ക് ഗ്രാമപഞ്ചായത്ത് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തദ്ദേശീയരായ ജനങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കുമെന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. പദ്ധതികൾ പൂർത്തിയാക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണം. തടസ്സം നീക്കുന്നതിനും പൂർത്തീകരണം വേഗത്തിലാക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം വേണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും MP നിർദ്ദേശിച്ചു. തൊഴിലുറപ്പ് പദ്ധതി, PMAY, PMKSY, PMGSY, സ്വച്ഛ് ഭാരത് മിഷൻ, ദേശീയ കുടുംബ സഹായ നിധി, JJM, ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, ICDS, പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, സമഗ്ര ശിക്ഷ അഭിയാൻ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം, പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു. MPമാരായ അബ്ദുൾ സമദ് സമദാനി, PV അബ്ദുൾ വഹാബ്, TV ഇബ്രാഹിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ VR വിനോദ്, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P ഷാജു, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിക്ടറി ഡേ സംഘടിപ്പിച്ചു. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 16-ൽ 12 സീറ്റിൽ വിജയിച്ച ഇടതുമുന്നണി അംഗങ്ങൾക്കുള്ള സ്വീകരണത്തോടെയാണ് വിക്ടറി ഡേ സംഘടിപ്പിച്ചത്. അല്ലെങ്കിൽ തന്നെ ക്ഷേത്രത്തിന്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ എവിടെയെങ്കിലും ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി സമരത്തിലുണ്ടായി? നിങ്ങൾ ഈ അവർണ്ണന അമ്പലത്തിൽ കയറാൻ അനുവദിച്ചവരാണോ RSS? ഈഴവൻ വലയൻ പറയൻ ഉള്ളാടൻ മലവർഗക്കാരൻ ആദിവാസി ദളിതൻ ധീവരൻ വിശ്വകർമ്മൻ തുടങ്ങിയവരെല്ലാം മനുഷ്യരാക്കിയവരാണോ നിങ്ങൾ? നിങ്ങൾ അവരെ വിളിച്ച പേരെന്ന് പറയുന്നത് അവർണ്ണൻ തന്നെ. നിങ്ങൾ അവരുടെ പെൺകുട്ടികളെ വിളിച്ചത് പഞ്ചമി എന്നല്ല. നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിനെ അയ്യങ്കാളി കേരളം മുഴുവൻ നടന്ന സമരം ചെയ്യും ആണോ? നിങ്ങൾ അവരെ കേട്ടിയോ? മാറുമറക്കാൻ അനുവദിച്ചു. മുല പറിച്ചെറിഞ്ഞി കുലം മുടിക്കും ഞാനെന്ന് കടമന്റെ എന്തിനാ പാടിയത്? കടമന്റെ പടിയിലോ മലഞ്ചൂരൽ മടയിൽ നിന്ന് പുറത്തിയെത്തുന്നു വിളഞ്ഞ ചൂര പനമ്പ് പോലെ പുറത്തി പറയും. എന്തിനാ വേളം പാടുമ്പോ 10,000-കണക്കിന് ആള് കൂടുന്നതിന്റെ കാര്യം എന്താ? ഡിപ്രസായ ഒരു ക്ലാസിന്റെ വൈകാരികതയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ചിലപ്പോ ഇപ്പൊ കാണില്ല, പക്ഷെ അതിന്റെ മരം പെയ്യുന്നുണ്ട്. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ M സെയ്ദലി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് സെക്രട്ടറി B രാജേഷ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ AK ഷീലാദേവി, ലോക്കൽ സെക്രട്ടറിമാരായ MC വാസുദേവൻ, MK ദേവി, P ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ 3ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 20-ന് പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പ്രകടനം, പൊതുസമ്മേളനം, ട്രേഡ് ഫെയർ എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് VK ശ്രീകണ്ഠൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ നല്ലായ ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് ശിവൻകൊപ്പം മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺമാരായ ടി.പി. ഷാജി, പി. സ്മിതേഷ് എന്നിവർ സംബന്ധിക്കും. ചടങ്ങിൽ ടയേഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ ഹരിദാസൻ, ദേവദാസൻ, മണികണ്ഠൻ, മാത്യൂസ്, മുഹമ്മദ് എന്നിവർക്ക് സ്നേഹാദരവ് നൽകും. 300ഓളം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ TU 19-226 മൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 20-ാം തീയതി ചൊവ്വാഴ്ച പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ സാറാണ്. അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത് പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ TP ഷാജി സാറാണ്. അതേപോലെ ചെർപ്പളശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജംസിയ പുലാക്കൽ, അതേപോലെ തന്നെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിതേഷ് ഇവരാണ് പങ്കെടുക്കുന്നത്. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സംഘടനയുടെ പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സംഘടനയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പിരിവുകളൊന്നുമില്ല. ഇനിയിപ്പോ ESI PF തുടങ്ങിയ പരിപാടികൾ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് സംഘടന. സംഘടന എന്ന് വെച്ചാൽ ഇതൊരു ട്രേഡ് യൂണിയനാണ്, സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയാണ്. പിന്നെ ഇപ്പോൾ ബാക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ മെമ്പർമാർക്ക് സൗജന്യമായിട്ട് യൂണിഫോം വിതരണം അത് ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 കാരുണ്യം 2024 എന്ന പേരിൽ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. 111 ഭിന്നശേഷിക്കാർക്ക് ടയർ വിതരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, സ്കൂട്ടി ടയർ. ഈ പഞ്ചർ ഫീൽഡിൽ പണിയെടുക്കുന്ന പണിക്കാരെ തൊഴിൽ സർക്കാർ അർദ്ധ സർവീസായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി സമ്മേളനം 9 മണിക്ക് പട്ടാമ്പി മേലപട്ടാമ്പി നമ്മളെ പെരിന്തൽമണ്ണ റോഡിനാണ് പ്രകടനം ആരംഭിക്കുന്നത്. കൃത്യം 9 മണി. പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് ചെയർമാൻ രാജൻ കൂനത്തറ, ജില്ലാ പ്രസിഡന്റ് രഘു ഷൊർണൂർ, ജില്ലാ സെക്രട്ടറി ഷനോജ് തൃക്കടീരി, ട്രഷറർ യൂനസ് ചൂരക്കോട് എന്നിവർ പറഞ്ഞു. കാരാകുറിശി പഞ്ചായത്തിൽ കോളപ്പാകത്ത് മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടെന്ന് സ്ഥലമുടമ അറിയിച്ചു. കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നീക്കുന്ന മണ്ണ് കടത്തിക്കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ജിയോളജി വകുപ്പ് ഉടമയായ പൂക്കുന്നത്ത് സേതുമാധവന് നൽകിയിട്ടുള്ളത്. ജിയോളജി വകുപ്പിന് സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് അധികൃതർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി. BPCLന്റെ പ്രോജക്റ്റിലേക്കാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. നീർത്തടങ്ങളോ വയലുകളോ നികത്താൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിന്ന് പോകുന്ന ലോഡുകൾ കഞ്ചിക്കോട്ടെ BPCLന്റെ പദ്ധതി സ്ഥലത്ത് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ഉടമ മാധ്യമങ്ങളെ അറിയിച്ചു. കരിമ്പുഴ പഞ്ചായത്തിൽ പുഴയുടെ സമീപത്തെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം 11,000 രൂപ പിഴ ചുമത്തി. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി നന്ദു PM, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ MN, ശ്രീശൻ KL എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഗാർഹിക മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതായി കണ്ടെത്തി. 11,000 രൂപ പിഴയും ചുമത്തി. ഇനിയും ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദു PM പറഞ്ഞു. നമുക്ക് കരിമ്പുഴ പുഴയുടെ തീരത്ത് വേസ്റ്റ് ഇടുന്നൊരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ HA അടക്കമുള്ളൊരു ടീമോട് പോയി പരിശോധിക്കുകയും വേസ്റ്റ് ഇടുന്നത് നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കുകയും ചെയ്തു. അതുപ്രകാരം 8 ആൾക്ക് ഏകദേശം ഒരു 11,000 രൂപയോളം നമ്മൾ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 219 പ്രകാരം പൊതുസ്ഥലത്ത് വേസ്റ്റ് ആണെങ്കിൽ 10,000 രൂപ വരെയും ജലാശയങ്ങളിലോ ജലസ്രോതസ്സുകളിലോ ആണെങ്കിൽ 50,000 രൂപ വരെ പിഴയും 1 വർഷം വരെ തടവും ഈടാക്കാനുള്ള കുറ്റമാണ്. അപ്പോൾ ഇനി അതൊരു പ്രവൃത്തി വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവും. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കുന്നില്ല. കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നോട്ടീസ് നൽകുകയും തുടർന്ന് പഞ്ചായത്ത് പിഴ ചുമത്തുകയുമാണ് ചെയ്തത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് JCB ഉപയോഗിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ചു. ഇനിയും മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് തുടർന്നാൽ കോടതി നടപടി ഉൾപ്പെടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ MN പറഞ്ഞു. കരിമ്പുഴ പുഴയുടെ പരിസരത്ത് മാലിന്യം പരിസരവാസികൾ കൂട്ടിയിടുന്നുണ്ട് എന്നുള്ള വിവരം
ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും പരിശോധനയെ തുടർന്ന് അവിടെ മാലിന്യമിട്ട ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നോട്ടീസ് നൽകുകയും ഉണ്ടായി. അതിനുശേഷം അവർ പഞ്ചായത്തിൽ അവരെ കൊണ്ട് പിഴ അടപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ JCB ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടികൾ, കോടതി നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജാക്ഷി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദു PM, JHI ഗോപാലകൃഷ്ണൻ MN എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ചെർപ്പളശ്ശേരി കാവുവട്ടത്ത് ഗുഡ്സ് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനും ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബൈക്ക്. ഇതിനിടെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വാഹനം തിരിക്കുകയായിരുന്നെന്ന് പറയുന്നു. 2 പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെർപ്പളശ്ശേരി പോലീസ് എത്തി വാഹനം റോഡിൽ നിന്ന് മാറ്റി. ഇത് തിരിക്കായിരുന്നോ? ബൈക്കാർ അങ്ങോട്ട് പോവല്ലേ? ബൈക്കാർ അവിടെ നിന്ന് ഭയങ്കര സ്പീഡാണ്. അവിടെ നിന്ന് ഓട്ടോസ് ഇവിടെ നിന്ന് തിരിക്കാൻ നേരെ കണ്ട് ഡ്രൈവറിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ അതിനുള്ളിൽ പരിക്കുണ്ട്. രണ്ടാൾക്ക് പരിക്കുണ്ട്. ഡ്രൈവർ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ട് നോക്കണം. ബൈക്കാർ കളക്കേട്ടിട്ടുണ്ട്. മറ്റാള് ഇപ്പുറത്ത് തൂങ്ങിക്കണം. നല്ല പരിക്കാണ്. ബൈക്കിന് സ്പീഡ് കൂടുതലാണ്. ഓട്ടോക്കാരെ അങ്ങോട്ട് നോക്കിയിട്ടില്ല, ഓപ്പോസിറ്റ് നോക്കിയിട്ടില്ല. കുറച്ച് തിരിക്കുകയും ചെയ്തു. ബൈക്കർ വന്ന റോഡിലെ നേരെ ഡ്രൈവറിന്റെ നേരെ ഉള്ളിക്കാം. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നു. കാളികടവിൽ നിന്നുള്ള പമ്പിംഗ് ലൈനാണ് തകർന്നത്. ശനിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പൈപ്പ് ലൈൻ പൊട്ടിയതോടെ റോഡിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് ആലോചിതമായ പ്രബോധനത്തിന് നേതൃത്വം നൽകണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പെരിന്തൽമണ്ണ ഒടമലയിലെ ഹുദവി കോളേജ് സന്നദ്ധാന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒടമല ഷൈഖ് ഫരീദ് ഔലിയ ദവ കോളേജ് വാർഷിക സന്നദ്ധാന സമ്മേളനം സമാപിച്ചു. സന്നദ്ധാന സമാപന സമ്മേളനം കോളേജ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതന്മാർക്ക് ആലോചിതമായ പ്രബോധനത്തിന് നേതൃത്വം നൽകണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പഠനം പൂർത്തിയാക്കിയ 56 യുവ പണ്ഡിതർക്ക് ഫരീദി സനദുകൾ തങ്ങൾ ദാനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തി. ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഹബീബുള്ള തങ്ങൾ, ബാപ്പുട്ടി തങ്ങൾ, മുദ്രിസ് ഷരീഫ് ഫൈസി കാരക്കാട്, മഹല് പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, അഷ്റഫ് മൗലവി, റസാഖ് ഫൈസി പരിയാപുരം, ഉസ്മാൻ ദാരിമി, അബ്ദുഷക്കൂർ മദനി, ഷമീർ ഫൈസി ഒടമല, കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി, അബ്ബാസ് അൻവരി, ഷറഫുദ്ദീൻ ഫൈസി, സിദ്ദിഖ് റഹ്മാനി, പൊട്ടച്ചിറ വീരാൻ ഹാജി, കരീം മൗലവി, ഫാറൂഖ് ഹുദവി, ജലീൽ ഹുദവി, AK മുസ്തഫ, N അബൂബക്കർ മാസ്റ്റർ, അഡ്വക്കേറ്റ് നാസർ കാളമ്പാറ, O അബ്ദുൽ ഹമീദ് ഹാജി, PC അബ്ദു ഹാജി, അബൂബക്കർ ദാരിമി, ഉമർ അഹ്സനി, CT നൌഷാദ് അലി, സത്താർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും സ്ഥാനവസ്ത്ര വിതരണത്തിനും ദാറുൽ ഹുദ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകി. നാഫി ഉദവി തിരൂർ മുഖ്യാതിഥിയായി. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് സാന്ത്വന സ്പർശവുമായി ജാസ ബസിന്റെ സ്നേഹയാത്ര. എടത്തനാട്ടുകര പെരിന്തൽമണ്ണ മലപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷനും ജീവനക്കാരുടെ വേതനവും എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകി. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി ബാപ്പൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള എടത്തനാട്ടുകര പെരിന്തൽമണ്ണ മലപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജാസ ബസിന്റെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനമാണ് പാലിയേറ്റീവ് സൊസൈറ്റിക്കായി നൽകിയത്. കൂടാതെ ബസ് ജീവനക്കാരുടെ അന്നേ ദിവസത്തെ വേതനവും സൊസൈറ്റിക്ക് നൽകി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VP ജംഷീന ഫ്ളാഗ് ഓഫ് ചെയ്താണ് സാന്ത്വന യാത്ര ആരംഭിച്ചത്.
ബസ് ജീവനക്കാരായ പി ആഷിഖ്, ടി പി ഷെഫീഖ്, സി സലീം, പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരായ സി കെ കുഞ്ഞയമ്മു, ലുക്മാൻ കൊടക്കാട്, വി പി അൻസാർ, അതീബ് പൂദാനി, പി അലി, റഷീദ്, എം അലി, എ മുഹമ്മദ് സക്കീർ, ശിഹാബ് ITC, പി മുബിൻ ജസീർ, അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലമുറകളുടെ സംഗമവേദിയായ ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേയും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള യാത്രയപ്പ് സമ്മേളനവും പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. വിദ്യാലയ മുറ്റത്തെത്തിയ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും വിദ്യാർത്ഥികൾ ചേർന്ന് ഗ്രീറ്റിംഗ് കാർഡുകൾ നൽകിയാണ് സ്വീകരിച്ചത്. പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് സമ്മേളനം നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് മധുരം പങ്കിട്ടു. വിദ്യാലയത്തിലെ ഔദ്യോഗിക പഠനകാലം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് സഹപാഠികളും അധ്യാപകരും ചേർന്ന് നൽകിയത്. തുടർന്ന് നടന്ന ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷങ്ങൾ വേറിട്ട അനുഭവമായി. പേരൊക്കെ പുതിയവരാണ്, കുറച്ച് പേര് എല്ലാ വർഷവും വരുന്നവരാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഏറ്റവും സന്തോഷകരമായും ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയൊക്കെ കാത്തിരുന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗ്രാൻഡ് പാരന്റ്സ് ഡേ. കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളിവിടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, നിങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുട്ടികൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ അനുഭവ സമ്പത്തും നിങ്ങളുടെ അവരോടൊക്കെയുള്ള പെരുമാറ്റവും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും അതൊക്കെ കണ്ടു വളരുന്ന ഞങ്ങളുടെ മക്കളിലുള്ള നന്മകളൊക്കെ നിങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ നല്ല സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ശരിക്കും നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും കൂടി അറിയിക്കുകയാണ് ഞങ്ങൾ. കാരണം നിങ്ങൾ അവരെ അതുപോലെ മോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ ആയിത്തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ നമ്മുടെ കുട്ടികളുടെ എല്ലാ നന്മയ്ക്കും വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ, ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ അങ്ങനെ കൂടെ എന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പേരക്കുട്ടികളും മുത്തശ്ശന്മാരും ഒരേ സ്റ്റേജിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് പുറമെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അവതരിപ്പിച്ച ഗാനങ്ങളും മറ്റ് കലാവിരുന്നുകളും സദസ്സിന് ആവേശമായി. മെജോറിറ്റി ഇവിടെ തന്നെ, ഞങ്ങൾ വിട്ടുകൊടുക്കില്ലേ, മെജോറിറ്റി ഇവിടെ തന്നെ. ഓക്കെ, 1 സെക്കൻഡ്. 4 കലക്കി. ഫസ്റ്റ് ബെഞ്ചുകാരൊക്കെ ഔട്ടായി. അടിച്ചിട്ടില്ല, അടിക്കാൻ പോയതേ ഉള്ളൂ. അടിച്ചിട്ടില്ല. ഓക്കെ, 3 4 പിന്നെയും തോൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പിന്നെയും ബാക്കിയായി. പിന്നെയും അടിച്ചു. 1 2 3 4. മുതിർന്ന തലമുറയുടെ അനുഭവ സമ്പത്തും യുവതലമുറയുടെ ഊർജവും ഒത്തുചേർന്ന പരിപാടി സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്തോഷമാണ് പകർന്നു നൽകിയത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വാഹനപ്രേമികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ടാറ്റയുടെ സിയേറ 2.0 തിരൂർക്കാട്ട് KVR ടാറ്റ ഷോറൂമിൽ ലോഞ്ച് ചെയ്തു. ഏറ്റവും മികച്ച ഡിസൈനിൽ പുതുപുത്തൻ ഫീച്ചറുകളുമായാണ് ടാറ്റ സിയേറ വീണ്ടും ഇന്ത്യൻ നിരത്തുകളിലെത്തുന്നത്. തൊണ്ണൂറുകളിൽ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കിയ ടാറ്റയുടെ സിയേറയാണ് ഒരിടവേളയ്ക്ക് ശേഷം പുതുപുത്തൻ ഫീച്ചറുകളുമായി കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനിൽ റീലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കാർ തിരൂർക്കാട് KVR ടാറ്റ ഷോറൂമിൽ വിപുലമായ പരിപാടികളോടെ ലോഞ്ച് ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഗ്രാൻഡ് ലോഞ്ചിംഗ് ഇവന്റിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വാഹനം ലോഞ്ച് ചെയ്തു.
വളരെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ നാട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മറ്റേതൊരു ടൗണിനേക്കാളും കൂടുതലായിട്ടുണ്ട് ഇതുപോലെയുള്ള ഷോറൂംസ് ഏതാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് സ്വാഭാവികമായും ടാറ്റ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, നമ്മളും ഉണ്ടാവും. ഏറ്റവും മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊണ്ട് ഇത് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ടാറ്റ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കണക്റ്റിംഗ് ആസ്പിറേഷൻസ്, അഭിലാഷങ്ങളെയാണ് ഇത് കൂട്ടി യോജിപ്പിക്കുന്നത്. ആ അഭിലാഷങ്ങളെ ഏറ്റവും മനോഹരമായി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ടാറ്റ CRR കാത്തിരിക്കുന്നവർക്ക് മനോഹരമായ ഒന്നായിരിക്കും എന്ന് വാക്ക് തന്നിട്ടുണ്ട്. കാത്തിരിക്കാം. ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നു, ഏറെ സന്തോഷത്തോടുകൂടി. സിയാറ ഒരു കാലത്ത് എല്ലാവരുടെയും ഒരു വികാരമായിരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു പതിപ്പ് ഇറക്കുമ്പോൾ വളരെ ആവേശമായിട്ട് നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. മലപ്പുറത്തും സിയാറയുടെ ആ ഒരു ആവേശം അലയടിച്ചിട്ടുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള ബുക്കിങ്സ് ഉണ്ട്. ഇപ്പോൾ ആദ്യ ബാച്ച് വാഹനങ്ങൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മലപ്പുറത്ത് വളരെ മനോഹരമായ ഒരു ഡെലിവറി സെറിമണിയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല റെസ്പോൺസാണ്. കാരണം ഫീച്ചേഴ്സ് ഇൻബിൽറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനം നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കുമെന്ന് വളരെ ഉറപ്പുണ്ട്. ടാറ്റയുടെ എക്കാലത്തെയും പ്രൗഢി നിലനിർത്തുന്ന തരത്തിൽ ഏറ്റവും മികച്ച ഡിസൈനിലും അത്യാധുനിക ഫീച്ചറുകളും ഉൾപ്പെടുത്തി നിർമ്മിച്ച വാഹനം ഇതിനോടകം ഉപഭോക്താക്കളുടെ മനം കവർന്നു കഴിഞ്ഞു. 11,49,000 രൂപ മുതൽ വില ആരംഭിക്കുന്ന വാഹനം 2 പെട്രോൾ എഞ്ചിനുകളും ഒരു ഡീസൽ എഞ്ചിനും ഉൾപ്പെടെ 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഇതിനോടകം KVR ടാറ്റയിൽ മാത്രം 100-ലധികം ബുക്കിംഗുകളാണ് ടാറ്റ സിയാറ വാഹനത്തിനായി ലഭിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനത്തോടെ നിരത്തുകളിൽ വീണ്ടും ടാറ്റ സിയേറയുടെ ആധിപത്യമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. KVR ടാറ്റയുടെ തിരൂർക്കാട്, മഞ്ചേരി, വളാഞ്ചേരി, തിരൂർ, നിലമ്പൂർ, ചങ്ങരംകുളം ഷോറൂമുകളിൽ വാഹനം ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷബീർ മാഞ്ഞാമ്പ്ര, KVR ടാറ്റ CEO ബിജു രാമചന്ദ്രൻ, ജനറൽ മാനേജർ സുധീഷ് രാജ്, സർവീസ് ജനറൽ മാനേജർ അശ്വിൻ, KVR ബിസിനസ് ഹെഡ് നിതീഷ് കുമാർ, ടാറ്റ ടെറിട്ടറി സെയിൽസ് മാനേജർ ശശി കിരൺ, മാർക്കറ്റിംഗ് പ്രോസസിംഗ് ഹെഡ് ശരത് കുമാർ, ട്രെയിനർ കൃഷ്ണദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. ടാറ്റ സിയറയുടെ ഒരു ലോഞ്ചിങ്, പുതിയ ടാറ്റ സിയറയുടെ ലോഞ്ചിങ് ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത്. ലെജൻഡ് തിരിച്ചു വരുന്നു എന്നാ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഴയ കാലത്ത് ആഗ്രഹിച്ചിരുന്ന കുറേ ലെജൻഡുകളുണ്ട്. അവരൊക്കെ ഒന്നുകൂടെ തിരിച്ചു വന്നെങ്കിൽ നമ്മളെ മനസ്സാഗ്രഹിക്കാറുണ്ട്. അതുപോലെയാണ് ടാറ്റ സിയറ തിരിച്ചു വരുന്നത്. 90 കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ യുവാക്കളുടെ മനസ്സ് മോഹിച്ചൊരു വാഹനമായിരുന്നു സത്യത്തിൽ ടാറ്റ സിയറ എന്ന് പറയുന്നത്. നമ്മുടെ മലപ്പുറത്ത് പറയുമ്പോൾ ടാറ്റ സിയറയിലും ടാറ്റ സുമോയിലും പുതിയാപ്പിള ഇറങ്ങാന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഏതായാലും ഇന്ന് ഈ ലെജൻഡ് ഒരിക്കലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ പ്രൗഢിയോടുകൂടി നിരത്തിൽ തീർച്ചയായിട്ടും ഇത് ശോഭിച്ചു നിൽക്കും. മറ്റു വാഹനങ്ങളുടെ മുകളിൽ കിടപിടിച്ച് നിരത്ത് കൈയടക്കുമെന്നതിന് സംശയമില്ല. ടാറ്റ സിയറക്കും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനൊക്കെ ഒത്തിരി സന്തോഷത്തോടെയുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റയുടെ പുതിയ മോഡല് സിയാറ എന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 1 വർഷം മുമ്പ് ടാറ്റയുടെ തന്നെ 5 EV ഇവിടുന്ന് ബുക്ക് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ വണ്ടികൾ, ടാറ്റയുടെ എല്ലാ വണ്ടികളും കൊള്ളാം. അപ്പോൾ ഇന്ന് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു സിയാറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സിയാറയുടെ പുതിയ ലോഞ്ചിങ് സെറിമണിക്ക് വേണ്ടി ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് തന്നെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഈ കളറടക്കം നിങ്ങൾ കണ്ടില്ലേ, ഈ റെഡ് കളർ വളരെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. TV-യിലും ഇതിലൊന്നും കണ്ട മാതിരിയല്ല. കണ്ടമാനം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി തിരക്കടില്ല. എല്ലാവർക്കും ചെറിയ പാർട്ടിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ സാധനമാണ്. ടാറ്റേൻ്റെ ലുക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഡിസൈൻ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറും ആദ്യത്തേക്കാൾ കുറച്ചൊരു മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ടാറ്റ നെക്സോൺ ഉപയോഗിക്കുന്ന ആളാണ്, പുതിയ നെക്സോൺ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് സൂപ്പർ. വെയിറ്റ് ചെയ്യാണ്. എൻ്റെയൊക്കെ നെക്സോൺ EV ആണ്. അപ്പോൾ ഞാൻ ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നോക്കട്ടെ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷമാണ് ബാക്കി. ടാറ്റ സിയറയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാറ്റ സിയറ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് വന്നതാണ്. എൻ്റെ പുറത്തെ ആംബിയൻസ് കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഇന്ത്യയിൽ ഇപ്പോൾ കാണാൻ നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് ഇത്രയും കാലം കേട്ട് ഈ സിയറിനെ കുറിച്ച് വരുന്ന കുറേ കാലം മുമ്പ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കാണാനായിട്ട് ഇന്നിവിടെ എത്തിയത്. ടാറ്റ സിയറ അടിപൊളിയാവുന്നതിനെ കുറിച്ചാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, അതെ, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബുക്ക് ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾ മിക്കവാറും ഈ ആഴ്ച ഞങ്ങൾ ബുക്ക് ചെയ്യും. കാരണം ടാറ്റ സിയറ ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്ത വണ്ടിയാണ്.
പെരിന്തൽമണ്ണ കുന്നപ്പള്ളി ചെറുമലയിലെ കല്ലിപ്പറമ്പിൽ ബ്രദേഴ്സ് ഫിഷ് ഫാമിലെ ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുത്തു. വിളവെടുപ്പിൽ 5.5 ടൺ മത്സ്യം ലഭിച്ചു. വിളവെടുത്ത മത്സ്യം പൊതുമാർക്കറ്റിലേക്ക് അയച്ചു. ജൈവ രീതിയിലാണ് ഇവിടെ മത്സ്യങ്ങൾ വളർത്തുന്നത്. കുന്നപ്പള്ളി ചെറുമലയിൽ കല്ലിപ്പറമ്പിൽ ബ്രദേഴ്സ് ഫിഷ് ഫാമിൽ 12 വർഷത്തോളമായി മത്സ്യകൃഷി ചെയ്തു വരുന്നുണ്ട്. പരമ്പരാഗതമായി ജൈവ രീതിയിലാണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. കല്ലിപ്പറമ്പിൽ യൂനസ്, ഇല്യാസ്, യാക്കൂബ്, നൂഹ്, ഇബ്രാഹിം, ഇസ്മായിൽ എന്നീ സഹോദരങ്ങളും ഇവരുടെ സഹോദരിമാരുമാണ് സംരംഭകർ. വാള, കട്ല, സിലോപ്പി, മുഷി, റൂഹു, മൃഗാല, കണ്ണൻ, നട്ടാർ, കാർപ്പ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത്. വർഷത്തിൽ 2 തവണ വിളവെടുക്കും. ഇത്തവണ 21ാമത്തെ വിളവെടുപ്പിൽ 5 ടൺ വാളമീനും 1/2 ടൺ മറ്റു വിവിധ മത്സ്യങ്ങളും ലഭിച്ചു. വിളവെടുപ്പ് ഉത്സവം പെരിന്തൽമണ്ണ നഗരസഭ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഖദീജ തോട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മുഹമ്മദ് ഫാസിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പച്ചേരി സുബൈർ, കളത്തിൽ മുസ്തഫ, കെ റാസിഖ്, കേരള അക്വ ഫാമേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, മലപ്പുറം ഫിഷറീസ് വകുപ്പിന്റെ നിലമ്പൂർ മത്സ്യഭവന് കീഴിൽ വരുന്ന പെരിന്തൽമണ്ണ ക്ലസ്റ്റർ പ്രൊമോട്ടർമാരായ VM നവാസ്, മുഹമ്മദ് ഇക്ബാൽ, പ്രവീൺ വി മേനോൻ, വിനിത CT തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ വന്നപ്പോൾ ആവേശമാണ് തോന്നിയത്. കുറേ കുളങ്ങൾ, 12 കുളങ്ങളുണ്ടെന്നാണ് പറഞ്ഞ്, ലക്ഷക്കണക്കിന് മീനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊയ്ത്തുത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് തോന്നിയത്. ആവേശകരമായിട്ട് ഇത് നാട്ടുകാരൊക്കെ ഇതിനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വീട്ടുകാർക്കും അവരെ കുട്ടികളടക്കം ഇവിടുന്ന് പിന്നെ വയസ്സായ ആൾക്കാരും പിന്നെ കുട്ടികളും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഉത്സാഹം തോന്നുന്നത്. പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ആ വരയൊക്കെ അവരെറിഞ്ഞ് മീൻ പിടിക്കുന്ന കാണുമ്പോൾ നമുക്കും കൂടി ഒന്ന് ഇറങ്ങി മീൻ പിടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഐക്യം നമുക്ക് മനസ്സിലാവും. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ വളരെയധികം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ ഗവൺമെൻറ്റും ഫിഷറീസ് വകുപ്പും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ വേനൽക്കാലത്ത് അവർക്ക് ഇതിനുള്ള തീറ്റ കൊടുത്തിട്ടാണെങ്കിലും അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ അവർ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇതിന് വളരെയധികം പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റാവുന്നത് അതൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ എനിക്കൊരു അഭിമാനം തന്നെയാണ് ഇത് കാണുമ്പോൾ. ഫിഷറീസ് വകുപ്പിന്റെയും നഗരസഭയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സ്യകൃഷി കൂടാതെ മറ്റു തോട്ട നാണ്യവിളകളുടെ കൃഷിയും കല്ലിപ്പറമ്പിൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. 6 സഹോദരങ്ങളും 7 സഹോദരിമാരും ഇവരുടെ മക്കളും പേരമക്കളുമെല്ലാം ചേർന്ന കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുലഭമായ ജലമുള്ള 12 കുളങ്ങളിലാണ് ഇവർ മത്സ്യകൃഷി ചെയ്യുന്നത്. ഫിഷറീസ് വകുപ്പ് നൽകുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ കൂടാതെ ആന്ധ്ര, തൃശൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ച് കുളത്തിൽ നിക്ഷേപിക്കും. ജൈവ വസ്തുക്കൾ തീറ്റ നൽകി ഇവയെ വളർത്തും. തീറ്റിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വെള്ളം ക്ലീൻ ആവും. അതുകൊണ്ടാണ് മീൻ ഇത്ര വളർച്ച. ഇത് ഒന്ന് പിടിക്കുന്ന വാളയാണ്, അത് പാലക്കാട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വാള, സിലോപ്പി ഇതൊക്കെയാണ് ഇപ്പോൾ പിടിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ വെള്ളത്തിന് നല്ല സൗകര്യമാണ്. വെള്ളം അടിക്കൊന്നും വേണ്ട, അങ്ങനെ കീപ്പിട്ട് ഓവർഫ്ലോ ആണ്, നാച്ചുറൽ വെള്ളമാണ്. മത്സ്യകൃഷി ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ 2 വിളവെടുപ്പ് എടുക്കുന്നുണ്ട്. ജൈവ രീതിയിലാണ് നമ്മൾ തീറ്റ നമ്മളായിട്ട് ഇവിടെ മിശ്രിതം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തീറ്റകളാണ് പലറ്റാക്കിയിട്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വരുത്തും, മുനിസിപ്പാലിറ്റി ആയിട്ട് നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇതിലുള്ള വെള്ളം തന്നെയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ആ കൃഷിയിലെ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ചോല വഴി കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ കുളത്തിൽ തന്നെ നമ്മൾ എന്താക്കുകയാണ്
മീൻ കുളത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും ഫിൽറ്റർ ആയിക്കൊണ്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഡെയിലി ഒരു ആൾ ഫുൾ ടൈം രാവും പകലില്ലാതെ ഇതിൻ്റെ കൂടെ ആളുകളുണ്ട്. രാവും പകലുണ്ട്, പകലുമുണ്ട്, രാത്രിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും എപ്പോഴും ആളെത്തുന്നതുകൊണ്ട് എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. ഇത് കൂട്ടായിട്ട് ചെയ്യണതാണ്. ഇത് കൃഷി ഓഫീസർമാരൊക്കെ വന്നിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ എല്ലാ ഇതും തരുന്നുണ്ട് ആദ്യം മുതലേ. അപ്പോൾ അവരൊരു ഇതിൽ തന്നെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളും പൊന്നാനിയിൽ ഫിഷറീസിൻ്റെ ഇതിന് ക്ലാസ്സും ഇതിനൊക്കെ പോയി ഇതാക്കി വന്നിട്ട് തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അതിനെ പറ്റിയിട്ടൊക്കെ ഇതാക്കി പഠിച്ച കാര്യങ്ങൾ ഇതിങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുന്നോട്ട് പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്നാലും നല്ല ഇതാണ്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് പഠിച്ചതും പരിശീലിച്ചതും പ്രായോഗികമാക്കിയാണ് ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ മത്സ്യകൃഷി വിജയിപ്പിച്ചു പോരുന്നത്. വിളവെടുത്ത മത്സ്യങ്ങൾ പാലക്കാട് പൊതുമാർക്കറ്റിലേക്ക് കയറ്റി അയച്ചു. വിളവെടുത്ത സ്ഥലത്ത് നാട്ടുകാർക്കും കുറഞ്ഞ വിലയിൽ വിപണനവും നടത്തി. ഉൾനാടൻ മത്സ്യകൃഷിയുടെ ഭാഗമാണ് കുന്നപ്പള്ളി ചെറുമലയിലെ മത്സ്യകൃഷി. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വർധനവ് പ്രധാനമാണ്. ഇക്കാരണത്താൽ ഫിഷറീസ് വകുപ്പിന്റെയും പെരിന്തൽമണ്ണയിലെ പ്രൊമോട്ടർമാരുടെയും നിരന്തരമായ പ്രോത്സാഹനമാണ് മത്സ്യകർഷക സംരംഭകർക്ക് നൽകുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ തന്നെ പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലായിട്ടും ജില്ലാ പഞ്ചായത്തിൻ്റേതായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റേതായിട്ടുള്ള വിവിധ സ്കീമുകളും നിലവിലുണ്ട്. ഇതൊക്കെയും തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു മാർഗമായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അതിൽ ഈ ഒരു ഫാമിൽ തന്നെ നമുക്ക് ഉദാഹരണം എടുത്താൽ മനസ്സിലാവും. പ്രതിവർഷം 40 ടണ്ണോളം മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാമാണിത്. അപ്പോൾ ഇത്രയും വ്യാപ്തിയിൽ മത്സ്യകൃഷി ചെയ്യാൻ കർഷകർ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കണ്ട് അവരുടെ മത്സ്യങ്ങളുടെ വിത്ത് നിക്ഷേപം മുതൽ അവരുടെ വിളവെടുപ്പ് വരെയുള്ള പ്രശ്നങ്ങൾ, അതിനു മുമ്പ് അവരുടെ കുളമൊരുക്കൽ, മറ്റുള്ള അവരുടേതായിട്ടുള്ള ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിലൊക്കെ ഇടപെട്ട് അവർക്ക് നിരന്തരമായി പ്രോത്സാഹനം ചെയ്യുക എന്നുള്ളതാണ് ഫിഷറീസ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഫിഷറീസ് വകുപ്പിൻ്റെ ജില്ലാ നേതൃത്വം മുതൽ താഴേക്കിടയിൽ എല്ലാവരും ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിളവെടുപ്പ് ഉത്സവം നടത്തി അവർക്ക് അതിൻ്റേതായിട്ടുള്ള അറ്റൻഷൻ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതി പ്രകാരം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിളവെടുപ്പ് ഉത്സവം നടത്തിയിട്ടുള്ളത്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. മുളയങ്കാവ് നീലുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശുദ്ധികലശ ചടങ്ങുകൾ തുടങ്ങി. 3 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മേൽശാന്തി എറയൂർ മന ശ്രീകുമാരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. തുടർന്ന് ഞെരളത്ത് രാമദാസ് പൊതുവാളിന്റെ മകൾ ഹിരാ രാമദാസ് അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. തുടർന്ന് പണ്ടുംതറ സ്വരാഞ്ജലിയുടെ സംഗീതാർച്ചനയും നടന്നു. ഒറ്റപ്പാലത്ത് പാതയോരത്തെ മുറിച്ചു മാറ്റപ്പെട്ട മരക്കുറ്റിയിൽ തീപിടിച്ചു. താലൂക്ക് ആശുപത്രിയുടെ മതിലിനോട് ചേർന്നാണ് തീപിടുത്തം. മരം മുറിച്ച പൊടിയിലൂടെ പടർന്ന തീ സമീപത്തെ ഉണങ്ങിയ ചെടികളിലേക്കും വലിയ കുറ്റിയിലേക്കും പടരുകയായിരുന്നു. ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. എഴുവന്തല സ്വദേശിയും ചെർപ്പളശ്ശേരി CCST കോളേജിലെ അധ്യാപികയും യുവ എഴുത്തുകാരിയുമായ രോഹിണി കൃഷ്ണന്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം വാട്ട് വി ക്യാരി എലോങ് പ്രശസ്ത സിനിമാ താരം വിൻസി അലോഷ്യസ് പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും CCST ചെയർപേഴ്സണുമായ ഡോക്ടർ കൊച്ചു എസ് മണിക്ക് കൈമാറി. CCST കോളേജിന്റെ ആർട്ട് ഫെസ്റ്റ് ചിന്തോലയിലെ ചടങ്ങിൽ വെച്ചാണ് പ്രകാശനം നിർവഹിച്ചത്. എഴുവന്തല തച്ചമ്പറമ്പത്ത് ലാലുവിന്റെ പത്നിയാണ് രോഹിണി കൃഷ്ണൻ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊല ആസൂത്രിതമെന്ന നിഗമനത്തിൽ പോലീസ്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായുള്ള അടുപ്പവും കൊലയ്ക്ക് പ്രേരിപ്പിച്ചെന്ന് അറസ്റ്റിലായ 16-കാരന്റെ മൊഴി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. തണ്ടപ്പേര് ലഭിക്കാത്തത് കാരണം ഭൂമി വിൽക്കാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അഗളി ചിറ്റൂർ വണ്ടർകുന്നിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും ലഭിച്ചിരുന്നു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണിയമ്പുറം ശ്രീറാം നഗറിൽ നന്ദകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലത്തെ പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരോഗ്യ മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായി നാട്ടുകാർ. പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തീരുമാനം. കുന്തിപ്പുഴ ഗതിമാറി ഒഴുകി മണ്ണാർക്കാട് തരിശി നിവാസികൾ നേരിടുന്ന ദുരിതത്തിന് പരിഹാരമാകുന്നു. പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം തിങ്കളാഴ്ച തുടങ്ങും. റവന്യൂ വകുപ്പിന്റെ 50 ലക്ഷം ഉപയോഗിച്ചാണ് പ്രവൃത്തി. കരിമ്പ് 3 ഏക്കറിൽ കാട്ടാനകളുടെ വിളയാട്ടം. വൈദ്യുതി വേലി മറികടന്ന് കൃഷി നശിപ്പിച്ചു. വനാതിർത്തികളിലെ ആനത്താരകളിൽ റെയിൽ ഫെൻസിംഗ് പരീക്ഷിക്കണമെന്ന് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.